എൻ്റെ എത്രയും പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. നാളെ ആ ഒരു ദിവസമാണ്. ഒരു മാസം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന രാമായണത്തിന്റെ പാരായണം നാളെ അവസാന വരിയിലേക്ക് എത്തുകയാണ്. എത്ര തിരക്കുകൾക്കിടയിലും മക്കൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ചില ദിവസങ്ങളിലും മനസ്സ് നിറഞ്ഞും ചില ദിവസങ്ങളിൽ കണ്ണു നിറഞ്ഞും നമ്മൾ ആ രാമായണ പുസ്തകം തുറന്നിരുന്നില്ലേ? ഒരു വരി വായിക്കുമ്പോഴും മനസ്സിൽ ഒരുപക്ഷെ ഒരേ ഒരു പ്രാർത്ഥന മാത്രമായിരുന്നിരിക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരണേ, അവരുടെ പഠനം നന്നാവണേ, അവർക്ക് ഒരു നല്ല ജോലി ലഭിക്കണേ, അവരുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണേ, എവിടെയായിരുന്നാലും അവർക്ക് ഭഗവാന്റെ കാവലുണ്ടാവണേ. ഈ ഒരു പുണ്യമാസക്കാലം സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്താൽ യാതൊരു തടസ്സവും കൂടാതെ ഈ രാമായണ പാരായണം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളോടെ അങ്ങനെ ഒരു മാസം നമ്മോടൊപ്പം കൂടെ നടന്ന രാമായണം നാളെ അവസാന വരിയിലെത്തുകയാണ്. പക്ഷെ അമ്മേ, നാളെ അവസാന വരി വായിച്ച് പുസ്തകം അടയ്ക്കുമ്പോൾ വെറുതെ ഒരു പുസ്തകം അടയ്ക്കുന്നത് പോലെയല്ലത്. ഒരു മാസം മുഴുവൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ മക്കളുടെ പേരെടുത്തുള്ള നമ്മുടെ ഓരോ ആഗ്രഹങ്ങളിൽ കൂടെ നടന്ന ഒരു പുണ്യയാത്രയാണ് ഇവിടെ പൂർത്തിയാവുന്നത്. അതുകൊണ്ട് നാളെ രാമായണം എവിടെ വെച്ചാണ് അവസാനിപ്പിക്കേണ്ടത്, അവസാന വായന എങ്ങനെയായിരിക്കണം, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, വീട്ടിലെ കുട്ടികളോട് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ളത്, അവർക്കായി ആ പുണ്യ ദിവസം എങ്ങനെ ഒരു ഓർമ്മയാക്കി മാറ്റാം, ഇതെല്ലാം തന്നെയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നാളെ നമ്മുടെ വീട് ശരിക്കും ഒരു അയോധ്യയായി മാറണം. വെറും ഒരു വായനയായി ഇതിനെ കാണരുത്. നാളെ സന്ധ്യയ്ക്ക് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ഹനുമാൻ സ്വാമിയെയും സീതാദേവിയെയും ഒക്കെ മനസ്സിൽ സങ്കല്പിച്ച് പ്രത്യേകമായി ഒരു നെയ് വിളക്ക് കൂടി തെളിയിക്കണം. സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാലയോ സുഗന്ധമുള്ള പുഷ്പങ്ങളോ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പുഷ്പങ്ങളുണ്ടോ അതെല്ലാം ഭഗവാൻ ഒരു മാലയായിട്ട് ചാർത്താം. അല്ലെങ്കിൽ നമ്മൾക്ക് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെ നമ്മുടെ പൂജാമുറിയെ സുന്ദരമാക്കി മാറ്റാം. നമ്മൾ എവിടെയൊക്കെ രാമനാമം ജപിക്കുന്നുവോ അവിടെയെല്ലാം കൈകൾ കൂപ്പി കണ്ണു നിറഞ്ഞ് നമ്മുടെ സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലേ. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെയും ധ്യാനിച്ച് സ്വാമിക്ക് പ്രിയപ്പെട്ട നാമങ്ങളെല്ലാം ചൊല്ലി ലളിതമായ പുഷ്പങ്ങളോ നിവേദ്യങ്ങളോ, അതായത് സ്വാമിയുടെ കാര്യം പറയുമ്പോൾ സ്വാമിക്ക് അവൽ നിവേദ്യമോ വളരെയധികം ഇഷ്ടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് അവലും പഴവും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഹനുമാൻ സ്വാമിയുടെ ചിത്രം ഉണ്ടെങ്കിൽ ആ ഒരു ചിത്രത്തിന് മുന്നിൽ ഒന്ന് സമർപ്പിച്ചോളൂ കേട്ടോ. ഭഗവാൻ അത്രയും സന്തോഷമാകും, മനസ്സ് നിറഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കും. ഇതെല്ലാം അമ്മമാര് നാളെ രാമായണ പാരായണം തീരുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നാളെ അവസാന ഭാഗം വായിക്കുമ്പോൾ അമ്മ തനിയെ ഇരുന്ന് വായിക്കരുത് കേട്ടോ. ഇത്രയും ദിവസം അമ്മ തനിയെ ഇരുന്ന് വായിച്ചിട്ടുണ്ടാവാം. അപ്പൊ മക്കളൊക്കെ ചിലർ മൊബൈലിലായിരുന്നിരിക്കാം, ചിലർ അടുക്കളയിലായിരുന്നിരിക്കാം, ചിലർ അവരവരുടെ കാര്യങ്ങളിൽ മുഴുകിയിരുന്നിട്ടുണ്ടാവാം. പക്ഷെ നാളെ നമ്മൾ അവസാന ദിവസമല്ലേ. ഈ അവസാന ദിവസം എങ്കിലും എല്ലാവരോടും പറയണം, എല്ലാവരും ഒന്ന് വന്ന് എൻ്റെ അടുത്തൊന്ന് ഇരിക്കണം എന്ന് അമ്മ ഒന്ന് നിർബന്ധമായിട്ടും പറയണേ കേട്ടോ. വീട്ടിലെല്ലാവരെയും അങ്ങനെ, പ്രത്യേകിച്ച് അമ്മമാരുടെ മക്കളെയും ചെറിയ മക്കളെയും എല്ലാവരെയും അരികിലൊന്ന് വിളിച്ച് ഇരുത്തണം. രാമായണം എന്ന വികാരം അവരൊന്ന് കണ്ടറിയട്ടെ, ഒന്ന് കേട്ടറിയട്ടെ. വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് നെയ്വിളക്ക് സമർപ്പിക്കുന്നതിനൊപ്പം ഭഗവാന് ഒരു ലളിതമായ മധുര പലഹാരമോ പായസമോ കൂടി നിവേദ്യമായിട്ടൊന്ന് സമർപ്പിക്കുക. ഇത് വായിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഇതെല്ലാം നമ്മൾ പൂജാമുറിയിൽ ഒരുക്കി വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വായന പൂർത്തിയാക്കുമ്പോൾ ഈ ഒരു മധുര പ്രസാദം, അതായത് ഭഗവാൻ നമ്മൾ നിവേദ്യമായിട്ട് സമർപ്പിച്ചു, ഭഗവാൻ മനസ്സ് നിറഞ്ഞിട്ട് അത് സ്വീകരിച്ചിട്ടുമുണ്ട്. വായിച്ചതിന് ശേഷം ഈ ഒരു മധുര പ്രസാദം വീട്ടിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കും കൊടുക്കണം. അതവർക്ക് വലിയൊരു സന്തോഷവും ഓർമ്മയുമായിട്ടിരിക്കും. ഇനി രാമായണം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് എവിടെയാണെന്ന് അറിയുമോ? പലർക്കും ഈ ഒരു സംശയമുണ്ട്. ഒരിക്കലും യുദ്ധത്തിന്റെയോ വേർപാടിന്റെയോ ദുഃഖത്തിന്റെയോ വരികളിൽ കൊണ്ടുചെന്ന് വായന നിർത്താൻ പാടില്ല. ശ്രീരാമസ്വാമി സീതാദേവിയോടൊപ്പം അയോധ്യയുടെ സിംഹാസനത്തിൽ രാജാവായി വാഴുന്ന ശ്രീരാമ പട്ടാഭിഷേകം വായിച്ചു തന്നെ വേണം നമ്മൾ ഈ ഒരു പാരായണം അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ളത്. ആ വരികൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടച്ച് ആ ഒരു മംഗളരംഗം മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. അയോധ്യയിലെ ആ ഐശ്വര്യം നിങ്ങളുടെ പൂജാമുറിയിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും നിറയുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കണം. ആ വരികൾ വായിച്ചു തീരുമ്പോൾ ഒരു വലിയ ശാന്തിയും സമാധാനവും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുന്നതായിട്ട് നമ്മൾക്ക് തന്നെ അനുഭവവേദ്യമാവാൻ തുടങ്ങും.
ഈ പുണ്യപാരായണത്തിന് ഒരു ചെറിയ മംഗള സമാപനം കൂടി നൽകാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് പൂർവം രാമ തപോവനാദിഗമനം എന്ന് തുടങ്ങുന്ന ഏകശ്ലോക രാമായണവും കൂടി ചൊല്ലാവുന്നതാണ്. അതും ഏറ്റവും നല്ല ഐശ്വര്യമാണ്. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതധി രാമായണം. പട്ടാഭിഷേക ഭാഗം വായിച്ചു കഴിഞ്ഞ് വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് കുറച്ച് കാര്യങ്ങളൊന്നും അമ്മമാര് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശ്രീരാമസ്വാമി നമ്മളെ പഠിപ്പിച്ച ധർമ്മം, വാക്കുപാലിക്കുന്നതിന്റെ മഹത്വം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, പ്രതിസന്ധികൾ എന്തു വന്നാലും നല്ല വഴിയിൽ നിന്ന് മാറാതെ ഇരിക്കുക, സീതാദേവിയുടെ ത്യാഗവും സഹനവും, ലക്ഷ്മണന്റെ സമർപ്പണവും, ഭരതന്റെ സഹോദര സ്നേഹവും, പിന്നെ ഹനുമാൻ സ്വാമിയുടെ അചഞ്ചലമായ ഭക്തിയും ദൃഢനിശ്ചയവും. ഒരു കാര്യം മനസ്സിൽ ഉറച്ചാൽ എത്ര വലിയ തടസ്സം മുന്നിൽ വന്നാലും പിന്മാറാതെ മുൻപോട്ടു പോകാൻ. ശ്രീരാമസ്വാമിയോടുള്ള ഭക്തിയിൽ ഒരു നിമിഷം പോലും തളരാതെ നിൽക്കാൻ ഹനുമാൻ സ്വാമി നമ്മെ പഠിപ്പിക്കുന്നത് എത്രയോ നല്ല കാര്യങ്ങളുണ്ടല്ലേ രാമായണത്തിൽ. അമ്മമാർ ഇതെല്ലാം മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി അടുത്തൊരു വർഷത്തെ കാത്തിരിപ്പാണ് രാമായണം എന്ന ഈ ഒരു പുണ്യത്തിനായിട്ട്. ഇനി വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ആളുകളുടെ ഇടയിൽ, കർക്കടക മാസത്തിൽ മാത്രമേ രാമായണം വായിക്കാൻ പാടുള്ളൂ എന്ന്. അതങ്ങനെയല്ല. കർക്കടകം എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ആ ഒരു മാസം നമ്മൾ ശീലിച്ച ഭക്തിയും ചിട്ടയും വരും മാസങ്ങളിലും നമുക്ക് കൂടെ ഉണ്ടാവണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഭഗവാന്റെ കഥകൾ വായിക്കാം, നാമങ്ങൾ ജപിക്കാം. നാളെ നിങ്ങൾ അങ്ങനെ ആ അവസാന വരി വായിച്ചു തീരുമ്പോൾ അത്രയും പെട്ടെന്ന് പുസ്തകം അടച്ച് എഴുന്നേൽക്കരുത്. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കണം. ഈ ഒരു മാസം നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അമ്മ വായിച്ച ഓരോ വരിയും ഒന്ന് ഓർക്കണം. എത്ര തിരക്കുകൾക്കിടയിലും വായിച്ച ആ ദിവസങ്ങൾ, ശരീരം സുഖമില്ലാതെ ഇരുന്നിട്ടും രാമായണം തുറന്ന ദിവസങ്ങൾ, വായിച്ച ദിവസങ്ങൾ, കണ്ണു നിറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമിയുടെ ഓരോ നാമങ്ങളും നിമിഷങ്ങളും ചൊല്ലിത്തീർത്ത ദിവസങ്ങൾ, മക്കളെക്കുറിച്ച് വിഷമിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച ഈ ഒരു ദിവസങ്ങൾ എല്ലാം ഒന്ന് ഓർമ്മയിൽ വരണം. പിന്നെ ആ ഒരു പുണ്യഗ്രന്ഥം ഇരു കൈകളിലും എടുത്ത് കണ്ണുകളിൽ ഒപ്പി നെഞ്ചോട് ചേർത്ത് വന്ദിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മക്കളുടെ പേരെടുത്ത് ചൊല്ലി ഭഗവാനു മുൻപിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഒരമ്മയുടെ ഹൃദയം നിറഞ്ഞ ആ ഒരു പ്രാർത്ഥനയോളം വലിയൊരു രക്ഷാ കവചം ഈ ഭൂമിയിൽ നിങ്ങളുടെ മക്കൾക്ക് വേറെ ഇല്ല എന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കുക. ആ പ്രാർത്ഥന ഭഗവാൻ തീർച്ചയായിട്ടും കേൾക്കും. ഈ ഒരു മാസം നമ്മൾ നേടിയെടുത്ത ആത്മവിശ്വാസത്തോടെ, പുതിയൊരു ഊർജത്തോടെ നമുക്ക് വരാനിരിക്കുന്ന മനോഹരമായ ചിങ്ങപ്പുലരിയെ അങ്ങനെ വരവേൽക്കാവുന്നതാണ്. ശ്രീരാമസ്വാമി നമ്മുടെ എല്ലാ മക്കളെയും കാത്തുകൊള്ളട്ടെ. സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കട്ടെ. പ്രാർത്ഥനയോടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.